നമ്മൾ ബ്രൗസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ക്രോം ബ്രൗസറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സേഫ്റ്റി കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാനും ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൂട്ടാനും ഇൻ്റർനെറ്റ് സേവ് ചെയ്യാനുമായിട്ടുള്ള 3 സെറ്റിങ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഈ സെറ്റിങ്സുകൾ ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഞാൻ ഈ ഫോണിൽ നിന്ന് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലത് സൈഡ് മുകളിലായിട്ടൊരു 3 കുത്ത് കാണാനായിട്ട് സാധിക്കുന്ന ഒരു 3 ഡോട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി താഴേക്ക് തന്നെ വരിക. ഇവിടെ സേഫ് ബ്രൗസിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാധാരണയായിട്ട് എല്ലാവരുടെ ഫോണിലും ഡിഫോൾട്ടായിട്ടുണ്ടാകുന്ന സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇത് നിങ്ങൾ മാറ്റിയിട്ട് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന ഏറ്റവും മുകളിലുള്ള ആ ഒരു സെറ്റിങ്സിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് മാറ്റി കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ആരോ കാണുന്നില്ലേ, ആ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാകും. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ എല്ലാം ഇതിലൂടെ പോകുന്നുണ്ട്. ഇത് കളക്ട് ചെയ്തിട്ട് അവർ പരസ്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് വിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അത് മറ്റേതെങ്കിലും രീതിയിൽ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആണെങ്കിൽ അതൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വൈറസുകളും അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള സൈറ്റ്സുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ എന്നുള്ള വാർണിംഗ് നമുക്ക് വിത്തേറ്റ് നമ്മൾ അതിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സെറ്റിങ്സിലുണ്ട്. ഇനി നമ്മൾ അടുത്ത സെറ്റിങ്സിലേക്ക് പോകാം. ബാക്കിലേക്ക് തന്നെ വരിക. ശേഷം കുറച്ചൊന്ന് മേലേക്ക് വരിക. അപ്പോൾ ഇവിടെ മേലെയായിട്ട് തേർഡ് പാർട്ടി കുക്കീസ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഫോണിൽ അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് ആദ്യത്തെ ഓപ്ഷനിലാണ് കിടക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ മാറ്റിയിട്ട് രണ്ടാമത്തെ ഓപ്ഷനായ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന ആ ഒരു ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. അത്തരത്തിൽ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണം എന്നതിനെ കുറിച്ച് അറിയാനായിട്ട് അതിൻ്റെ നേരെ ഒരു ആരോ കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, നമ്മൾ ഓരോ സൈറ്റുകളിലേക്ക് കയറുന്ന സമയത്ത് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ കളക്ട് ചെയ്തിട്ട് അതുപരമായിട്ടുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് വിടാനായിട്ട് അവർ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളൊക്കെ കളക്ട് ചെയ്യും. അപ്പോൾ അത് നമ്മൾ തടയാനായിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ തടയാനും പറ്റും, അതുപോലെ തന്നെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന അനാവശ്യ പരസ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ടും പറ്റും. അടുത്ത അവസാനത്തെ സെറ്റിങ്സിലേക്ക് പോകാം. അതിനായിട്ട് ബാക്കിലേക്ക് തന്നെ വരിക. ഇനി ഇവിടെ കുറച്ച് താഴെയായിട്ട് പ്രീ ലോഡഡ് പേജസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഈ സെറ്റിംഗ് സ്റ്റാൻഡേർഡ് പ്രീ ലോഡിംഗ് എന്നായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ അതിനെ മാറ്റിയിട്ട് നോ പ്രീ ലോഡിംഗ് എന്ന ആദ്യത്തെ സെറ്റിങ്സിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് സ്റ്റാൻഡേർഡ് പ്രീ ലോഡിംഗിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രീ ലോഡിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഫോൺ വളരെയധികം സ്ലോ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഇൻ്റർനെറ്റും വളരെയധികം സ്ലോ ആയിരിക്കും. ഇൻ്റർനെറ്റ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. കാരണം നമ്മൊരു പേജ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഏതെങ്കിലും പേജ് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് പിന്നീട് നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രീ ലോഡ് ആകാനായിട്ട് അത് എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് സ്ലോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നമ്മുടെ ഫോണും വളരെയധികം സ്ലോ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ ഈ ഒരു നോ പ്രീലോഡിംഗ് എന്നതിലേക്ക് മാറ്റി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.